ഹായ് ഓൾ, ദിസ് ഇസ് ഫ്രൈഡേ മോർണിംഗ്. തേഴ്സ്ഡേയിലെ ഡെയിലി വ്ലോഗ് വരെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അതിനിടയിൽ ഞാൻ ക്യുവാനെ പോസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ ഒരു ദിവസത്തെ ഗ്യാപ്പ് എടുത്തിരുന്നു. സ്കൂൾ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പേപ്പറൊക്കെ വീട്ടിൽ കൊടുത്തു വിടേണ്ട തിരക്കൊക്കെ ആയതുകൊണ്ട് എനിക്ക് എഡിറ്റിങ്ങോ ഓഡിയോ ആഡിങ്ങോ ഒന്നും നടന്നില്ല. നല്ല തിരക്കുണ്ടായിരുന്നു ആ ഒരു ദിവസം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാനിതൊക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. ഫോണിൽ ഓൾറെഡി ഇനി ഒരു വീഡിയോയും കൂടെ കിടപ്പുണ്ട്. ഇത് രണ്ടും കൂടെ പോസ്റ്റ് ചെയ്താലേ എനിക്ക് പുതിയ വീഡിയോ എടുക്കാനുള്ള സ്പേസ് ഫോണിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഫ്രൈഡേ നല്ല ലേറ്റായിട്ട് ഏതാണ്ട് വെയിലടിക്കണ വരെ കിടന്നുറങ്ങി. ബാക്കി എല്ലാവരും എണീറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ താഴെ വന്നപ്പോഴത്തേക്ക് നിലുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അവനെ അമ്മ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ പൊട്ട് മാഞ്ഞു പോയി കേട്ടോ. അതുകൊണ്ട് അവൻ്റെ പേര് മാറിയിട്ടുണ്ട്. ഇപ്പോൾ റസിയ എന്നാണ് ഇവിടെ വിളിക്കുന്നത്. രാവിലെ അമ്മ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എണീറ്റ് വന്ന് കഴിച്ചാൽ മതിയായിരുന്നു. പണ്ട് ഈ +2 കഴിഞ്ഞ് കോളേജിലേക്കും ഇനി കോളേജ് ടൈമിലൊക്കെ രാവിലെ ഇതുപോലെയായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ എണീറ്റ് 10-11 മണിയാകുമ്പോഴത്തേക്ക് എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് TV ഓൺ ചെയ്ത് സൺ മ്യൂസിക് വിട്ട് റിമോട്ടുമായിട്ടൊരു ഇരിപ്പുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അമ്മ ഇവിടെ ഉള്ളപ്പോൾ ഞാനിങ്ങനെ ലേറ്റായിട്ട് എണീക്കുമ്പോഴത്തേക്ക് ആ ദിവസങ്ങളുടെ നൊസ്റ്റാൾജിയാണ്. ആ ഒരു സോഫയിൽ അങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ വരും, ലഞ്ച് അവിടെ വരും, ഡിന്നറും അവിടെ വന്നോളും. ആ ടൈമിലൊക്കെ അമ്മയടുത്ത് ഇങ്ങനെ ഓരോരുത്തരോന്ന് പറയും കേട്ടോ, പെൺപിള്ളേരെ ഇങ്ങനെ വളർത്തരുതെന്നൊക്കെ. അപ്പോൾ അമ്മ പറയുന്ന, ഞാൻ ഇത് മുമ്പ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ ഒരു ഡയലോഗ് പറയുമായിരുന്നു ഇങ്ങനെ, നമ്മൾ കല്യാണം കഴിച്ച് വിട്ട് കഴിയുമ്പോഴത്തേക്ക് എന്താവും എന്നൊന്നും അറിയത്തില്ല, ഇവരൊക്കെ എന്തായാലും വർക്ക് ചെയ്യുന്ന പിള്ളേരായിരിക്കും. അപ്പോൾ രാവിലെ ഇപ്പോൾ അമ്മയൊക്കെ എണീക്കണേനേക്കാളും നേരത്തെ എണീറ്റ് എല്ലാ ജോലിയും ഒതുക്കിയിട്ട് ജോലിക്ക് പോകുന്ന കുട്ടികളായിരിക്കുമെന്ന് പറഞ്ഞത് അതുപോലെ ശരിയായില്ലേ. അമ്മയ്ക്ക് 5 മണിക്കൊന്നും എണീക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ 4:30-ക്കും 5 മണിക്കും ഒക്കെ എണീക്കേണ്ടി വരുന്ന ദിവസങ്ങളുണ്ട്. ഇപ്പോൾ ഇതേ ആലൻ ഏതോ ഫ്രണ്ട് ഗൾഫിൽ പോകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചോദിച്ചിട്ട് പെട്ടിയിൽ എന്താണെന്നൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും അങ്ങനെയാണ് കേട്ടോ, ഒന്നും പറയത്തില്ല. എവിടെ പോകുമെന്ന് വെച്ചാൽ ഇങ്ങനെ ചിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഫ്രണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യമായിരിക്കും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. സാമ്പാർ ഇരിപ്പുള്ളത് കൊണ്ട് ഉച്ചക്കത്തേക്ക് ഒരു ആവോലി ഇരിപ്പുണ്ട്. അന്ന് 100 രൂപയ്ക്ക് 2 ആവോലി മേടിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിലൊരു ആവോലി ഇരിപ്പുണ്ട്. അത് പൊരിച്ചാൽ മതി, സാമ്പാറുണ്ടല്ലോ. പിന്നെ അച്ചാറും പപ്പടവും ഒക്കെ ആയിട്ട് തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. കുക്കു സാറ് പുലിച്ചിറയിൽ പോയിട്ട് വന്നിട്ടില്ല. ഇന്നലെ ഉച്ചയ്ക്കാണ് അവൻ്റെ ഡാഡ കൊണ്ടുപോയത്. അപ്പോൾ ഇന്ന് ആലന് 6 മണിക്ക് സുസിജിയിൽ ബുക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോൾ അവനെ പിക്ക് ചെയ്തിട്ട് വരും. അപ്പോൾ അരി ഗ്യാസിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ രാവിലത്തെ ചായ കുടിക്കുവാണ്. കാപ്പി രാവിലെ അമ്മ ഇട്ടില്ലായിരുന്നു. അമ്മ എണീറ്റൊരു കട്ടനൊക്കെ ഇട്ട് കുടിച്ചായിരുന്നു. ആലനും കട്ടൻ കൊടുത്തു. അപ്പോൾ ഞാൻ അന്നേരം എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, എനിക്ക് ഒരുപാട് നേരം ഉറങ്ങിയാലും നമുക്കൊരു മന്ദത വരുമല്ലോ, അത് പോകാനായിട്ട് ഞാൻ ഒരു ഇഞ്ചി ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ഇഞ്ചിയില്ല. പിന്നെ ഒരു ഗ്രാമ്പൂ എടുത്തിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഈ ചായയിൽ എന്തെങ്കിലുമൊക്കെ ഫ്ലേവേഴ്സ് വരുന്നത് ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുടിക്കാനായിട്ട്. ഒരു കഷ്ണം പട്ടയോ ഇത്തിരി ഗ്രാമ്പുവോ ഒക്കെ ഇട്ട് ചായ അങ്ങ് ഉണ്ടാക്കും. ഇപ്പോൾ ഒരു പീസ് ഗ്രാമ്പുവാണ് ഇട്ടിട്ടുള്ളത്. സേറമോൾ അപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇങ്ങെത്തിയിട്ടുണ്ടായിരുന്നു. വെക്കേഷൻ ഇതിന് 2 ദിവസം മാത്രം ഉള്ളതിൻ്റെ സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ സേറയ്ക്ക്. പിന്നെ സേറമോൾക്കാണെങ്കിൽ എക്സാമും തുടങ്ങിയാണ്. അവർക്ക് സെം സിസ്റ്റമാണ്. നമ്മുടെ സ്കൂളിൽ അതല്ല. ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, വലിയ പരീക്ഷ അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി വലിയ പണികളൊന്നും കിച്ചണിലില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വീടൊന്ന് മോപ്പ് ചെയ്യാമെന്ന്. റീ ഓപ്പണിങ്ങിന് മുമ്പ് ഈ ഒരു പരിപാടിയും കൂടെ അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇതുള്ളതാണ് കേട്ടോ, ഞാൻ വീട് തൂക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ തുടയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. തൂത്ത് കഴിയുമ്പോൾ എനിക്ക് ആ വൃത്തി അത്ര കണ്ണിന് ബോധിക്കത്തില്ല. തുടച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കുറച്ചുകൂടെ സാറ്റിസ്ഫൈഡാണ്. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അമ്മ വീട് തൂത്തിടുന്നതുകൊണ്ട് ഞാൻ തുടയ്ക്കുന്ന സമയത്ത് എനിക്ക് വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല. ലോഷനിട്ട് കലക്കിയ വെള്ളത്തിൽ മുക്കി ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് വിട്ടാൽ മതിയായിരിക്കും. പൊടിയും മണ്ണും ഒക്കെ അമ്മ ഓൾറെഡി തൂത്ത് കളഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ രണ്ടുപേരെയും സോഫയിൽ കയറ്റി ഇരുത്തിയിട്ട് ഞാൻ വീടൊക്കെ മോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് തൊട്ട് മുമ്പത്തെ ക്ലിപ്പിൽ ഞാൻ കിച്ചണിലോട്ടൊരു ബോക്സ് കൊണ്ടുവന്ന് വെച്ചത് മറ്റേ ആവോലി മീനാണ് കേട്ടോ. അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ചെറിയ ബ്ലാക്ക് ഈ ഓൺലൈൻ ഫുഡ് വരുന്ന ഡബ്ബയ്ക്കകത്തൊന്നും ഇരിക്കത്തില്ല. ഇത്തിരി വണ്ണവും വീതിയും നീളവും ഒക്കെ ഉള്ള മീനായതുകൊണ്ട് വലിയ 2 ആവോലിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ വലിയ വെജിറ്റബിൾ ബോക്സിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് ഫ്രീസറിൽ വെച്ചിരുന്നത്. അതെടുത്തപ്പോഴത്തേക്ക് നല്ല ഫ്രീസായി തന്നെ ഇരിക്കുന്നു. അപ്പോൾ അതൊന്ന് മെൽറ്റാവുന്ന ടൈമിലാണ് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് തുടയ്ക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ചോറും ആകും. പിന്നെ പപ്പടം ഞാൻ ഓൾറെഡി കാച്ചി വെച്ചിട്ടുണ്ട്. പപ്പടത്തിൻ്റെ ബോക്സിൽ ഞാൻ നോക്കിയപ്പോൾ 2 പപ്പടം ഇരിപ്പുണ്ട്. ഇതിപ്പോൾ ഞാൻ താഴെ മാത്രമേ മോപ്പ് ചെയ്യുന്നുള്ളൂ. റൂമിലോട്ടൊന്നും ഞാൻ ക്യാമറ വെച്ചിട്ടില്ല. വീട് ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഒരു ഹോം ടൂർ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് കണ്ടാൽ മതി. അപ്പോൾ മേലെയും താഴെയും കൂടെ ഒരു ദിവസം തന്നെ ക്ലീൻ ചെയ്താൽ നമ്മുടെ നടുവിൻ്റെ ക്ലച്ച് വിട്ടുപോകും. അതുകൊണ്ട് ഞാൻ താഴെ മാത്രമേ ഇപ്പോൾ മോപ്പ് ചെയ്യുന്നുള്ളൂ. മേലെ ഇനി 2 ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ദിവസം ഗ്യാപ്പ് എടുത്തിട്ടോ ഒക്കെ മോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അശോകന് അല്പം ക്ഷീണമായി. അങ്ങനെ ഞാൻ കുറച്ച് ഡ്രിങ്ക്സ് കലക്കി. ഇത് ടാങ്കാണ് കേട്ടോ, വേറെ ഫ്രൂട്ട്സ് ഒന്നും ഇവിടെ ഇരിപ്പില്ലാത്തതുകൊണ്ട് കുറച്ച് ടാങ്ക് ഇട്ടു. എൻ്റെ ഗ്ലാസ്സിൽ മാത്രം ഒരുപാട് ഐസും ഒരുപാട് മധുരവും ഇട്ടു. ബാക്കി 2 പേർക്കും തണുപ്പ് കുറച്ചാണ് എടുത്തത്. ആ സമയം കൊണ്ട് ചേറമോള് നിലുവിനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
ലഞ്ച് കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പാലൊക്കെ കുടിച്ചിട്ടാണ് ആശാൻ ഉറങ്ങുന്നത്. ഒരു ബനാന കഴിച്ചിട്ടുണ്ട്, ഇടയ്ക്കൊരു ബനാന കഴിക്കുന്ന പതിവുണ്ട്, അത് അമ്മ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞു. അതിൻ്റെ ഗ്ലാസ്സൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞപ്പോഴേക്ക് ചോറ് വാർക്കാനുള്ള ടൈമായി. കലങ്ങിപ്പോവും ഒരുപാട് നേരം അങ്ങനെ അടച്ച് വെച്ചിരുന്നാൽ. ഞാൻ അടച്ച് വെച്ചിട്ടാണ് ജ്യൂസ് കുടിച്ചത്. ജ്യൂസ് കുടിച്ച് കഴിഞ്ഞ ടൈം ആയപ്പോഴേക്ക് ചോറ് ഊറ്റിയെന്നോ വാർത്തെന്നോ ഒക്കെ പറയും. ഞാൻ ചോറ് വാർത്ത് വെച്ചു. ആവോലിയാണ് അമ്മ ഇപ്പോൾ വരയിടുന്നത്. പൂർണ്ണമായിട്ടും മെൽറ്റായിട്ടില്ല, ഐസ് വിട്ടിട്ടില്ല. പക്ഷേ അത് അരപ്പ് പുരട്ടി ഇച്ചിരി നേരം ഇരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞു സാരമില്ല, അതങ്ങ് വരഞ്ഞോളാൻ. നോൺ വെജിൻ്റെ വേറെ കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഉണ്ടമുളകും കുറച്ച് ചുവന്നുള്ളിയും ഇത്തിരി വെളുത്തുള്ളിയും ഇഞ്ചിയും ഇത്തിരി കറിവേപ്പിലയൊക്കെ കൂടെ ആ കല്ലിലൊന്ന് ചതച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഇത്തിരി കാശ്മീരി മുളക് പൊടി നിറത്തിന് ഇതൊക്കെ ചേർത്തിട്ട് ഒരു ലേശം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനാഗിരി ഒഴിക്കുമ്പോഴേക്ക് ഈ ഫ്രോസണായിട്ടിരിക്കുന്ന സാധനം നന്നായിട്ടൊന്ന് ഉടയും. വിനാഗിരിയും ഈ നാരങ്ങാനീരൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് മീറ്റ് ഓൾറെഡി ചെറുതായിട്ട് കുക്കായി തുടങ്ങും. അപ്പോൾ അതാണ് ഈ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് വിനാഗിരിയോ ഈ ലെമൺ ജ്യൂസോ ഒക്കെ ആഡ് ചെയ്താലുണ്ടല്ലോ ഈ അരപ്പൊക്കെ അതിലോട്ടങ്ങ് പിടിക്കും, അതിങ്ങനെ വെന്ത് തുടങ്ങും. അപ്പോൾ ഈ അരപ്പ് നന്നായിട്ട് കുഴച്ചിട്ട് ഇതിൻ്റെ വരയുടെ ഇടയിലോട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ചതച്ചെടുത്തതല്ലേ, അരച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന പരുവത്തിലല്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഇരിക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ആ തലയുടെ ഭാഗത്തായിട്ടും കുറച്ചൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഇനി പീസസ് ആക്കാത്തത് ഈ ഒരു സാധനത്തിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കും ആലനും കൂടി ഈ ഒരു വാല് മതിയാവും. തല നിർമ്മലമ്മയ്ക്കും. എൻ്റെ അമ്മയാണ് നിർമ്മലമ്മ ഇവിടെ ഈ വീട്ടിൽ ഞങ്ങളുടെ കൂടെ ഉള്ളത് കേട്ടോ. ആലൻ്റെ പേരൻസ് പുലിച്ചെറിയാണ്. എൻ്റെ ഗ്രാൻഡ് മദറാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലില്ലിയമ്മച്ചി എന്ന് പറയുന്ന ലില്ലിയമ്മച്ചി. അങ്ങനെ നമ്മുടെ ഫ്രൈ ഒക്കെ ഞാൻ എടുത്ത് വെച്ചു. ഇനി ഇത് നന്നായിട്ട് രണ്ട് സൈഡ് മുരിഞ്ഞൊക്കെ എടുക്കണം. ഈ സാധനം പെട്ടെന്ന് ഉടഞ്ഞൊക്കെ പോകും നമ്മൾ തിരിക്കുമ്പോഴും പിടിക്കുമ്പോഴും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ടൊക്കെയാണ് ഞാനിത് മറിച്ചിടുന്നത്, അതിൻ്റെ ആ ഒരു പൂർണ്ണമായ ലുക്ക് ലഭിക്കാനായിട്ട്. വറുക്കുമ്പോൾ എണ്ണയിലോട്ടാണ് കറിവേപ്പില ഇടേണ്ടത് എന്നെനിക്കറിയാം. ഞാൻ ആ മീൻ ഇട്ട സമയം വരെ ഇവിടെ കറിവേപ്പില ഇല്ലായിരുന്നു. പിന്നെ അമ്മ അപ്പുറത്തെ സേറമോളുടെ അടുത്ത് പോയിട്ട് മാമിയുടെ അടുത്ത് നിന്ന് പിച്ചിക്കൊണ്ട് വന്ന കറിവേപ്പിലയാണത്. സേറമോളുടെ ഗ്രാൻഡ് മദറിനെയാണ് ഞാൻ മാമി എന്ന് വിളിക്കുന്നത് കേട്ടോ. അത് ആക്ച്വലി എൻ്റെ പപ്പയുടെ അനിയൻ്റെ വൈഫിൻ്റെ മാമിയാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും മാമി എന്നാണ് വിളിക്കുന്നത്. റിലേഷൻഷിപ്പ് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാൻ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ട് വരുമ്പോൾ മനസ്സിലാവും കേട്ടോ നമ്മളെല്ലാവരെയും. ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് കിടന്നുറങ്ങി എണീറ്റതാണിത്. വൈകുന്നേരം എണീറ്റപ്പോഴേക്ക് ഞാൻ പറഞ്ഞല്ലോ അമ്മ കേബിളിൻ്റെ പിരിവിനായിട്ട് പോയി തുടങ്ങിയിട്ടുണ്ട്. കേബിൾ നടത്തുന്നത് കൊച്ചുവപ്പ് തന്നെയാണ് കേട്ടോ, പപ്പയുടെ അനിയൻ. അപ്പോൾ ചുമ്മാ വീട്ടിലിരിക്കേണ്ടെന്ന് കരുതി അമ്മ പിരിവിനൊക്കെ പോകുന്നുണ്ട്. വൈകുന്നേരമാണ് പോകുന്നത്, 3 മണിക്ക് ശേഷം പോകും. അപ്പോൾ ഞാനും നിലവും മാത്രമേ ഉള്ളൂ. പഞ്ചസാരയുടെ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അവൻ്റെ വായും തുറക്കും. ഇത്തിരി വായിക്കകത്തോട്ട് ഇട്ട് കൊടുത്താലേ അത് പിന്നെ അടയ്ക്കത്തുള്ളൂ. ആ പൊട്ടില്ലാത്തപ്പോൾ കറക്റ്റ് ഒരു റസിയയുടെ ലുക്ക് ഉണ്ടല്ലേ. വെറുതെയാണ് ഇവന്മാരൊക്കെ റസിയ എന്ന് വിളിക്കുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് അലുവ ഇരിപ്പുണ്ടായിരുന്നു, അത് കഴിച്ചു. ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ കട്ടൻ ചായയും റെഡിയാക്കി കേട്ടോ. രാവിലെ ചായ കുടിച്ചതുകൊണ്ട് ഞാൻ ഇപ്പോൾ അങ്ങ് കട്ടനാക്കി. ഒരു ദിവസം ഒരു കട്ടൻ, ഒരു കാപ്പി, ഒരു ചായ, എനിക്കിതെല്ലാം വേണം ഒരു ദിവസം. സ്കൂളിലൊരു 11 o'clock ആകുമ്പോൾ മമ്മി എനിക്കൊരു കോഫി തരാറുണ്ട്. ആലൻ്റെ പേരൻസാണ് കേട്ടോ സ്കൂൾ നടത്തുന്നത്. ഡാഡ പ്രിൻസിപ്പൾ, മമ്മി വൈസ് പ്രിൻസിപ്പൾ. അപ്പോൾ 11 മണിക്ക് എനിക്കൊരു കോഫി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസത്തെ കോഫി അവിടെ അങ്ങ് ടിക്കാവും. ബ്ലാക്ക് കോഫി വീട്ടിൽ കുടിക്കും രാവിലെ എണീക്കുമ്പോൾ. 11 മണിക്ക് മമ്മി തരുന്ന കോഫി നമ്മുടെ എവറിഡേ പാൽപ്പൊടി ഇട്ടിട്ട് ഉണ്ടാക്കുന്ന കോഫിയാണ്. അപ്പോൾ അത് പാലുള്ള കോഫിയാണല്ലോ. ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് കട്ടൻ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഞാനും നിലുമ്മയും പുറത്തേക്ക് ഇറങ്ങി ലില്ലിയംസിൻ്റെ വീട്ടിലേക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ കൊച്ചുവപ്പോൾ ഒരു പുതിയ മെഷീൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കേട്ടോ, പുല്ല് ചെത്താനായിട്ട്. ഞാനത് കാണിച്ചു തരാം കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട്. ഒരു PVC പൈപ്പിൻ്റെ അറ്റത്തൊരു കട്ടറൊക്കെ പിടിപ്പിച്ച് അതിന് കോളിംഗ് ബെല്ലിൻ്റെ ബെല്ലാണ് വെച്ചേക്കുന്നത്. ഈ ബെല്ലാവുമ്പോഴേ നമ്മളത് പ്രസ് ചെയ്തിട്ട് കൈ വിടുമ്പോഴത്തേക്ക് ആ സ്വിച്ച് ഓട്ടോമാറ്റിക്കലി ഇങ്ങ് തിരിഞ്ഞാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫംഗ്ഷനിങ് നിൽക്കും കേട്ടോ. അതായത് എന്തെങ്കിലും ഇതിൽ കുരുങ്ങിയെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്കിത് നിർത്തണമല്ലോ. അപ്പോൾ അതിൻ്റെ നമ്മൾ ഞെക്കിയിട്ടങ്ങ് വിട്ടാൽ മതി, അത് ഓട്ടോമാറ്റിക്കായിട്ട് നിന്നോളും. അങ്ങനെ ഞാൻ നമ്മുടെ പുതിയ പുല്ല് വെട്ടുന്ന യന്ത്രമൊക്കെ പ്രവർത്തിപ്പിച്ച് നോക്കി. അതിന് അകത്തെന്തോ വെയിറ്റിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ PVC പൈപ്പ് അങ്ങ് പൊള്ളയല്ല, അതിൻ്റെ അകത്ത് വെയിറ്റിനായിട്ട് എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. സംഭവം നല്ല രസമുണ്ട് കേട്ടോ ചെയ്യാനായിട്ട്. നിലുവിൻ്റെയൊക്കെ കണ്ണിൽ പെടാതെ നോക്കണം. ആരുടെയെങ്കിലും ദേഹത്തോട്ട് വെച്ചിട്ട് അവൻ വേണമെങ്കിൽ ആ സ്വിച്ചിൽ നെക്കി കൊടുക്കും. ഇങ്ങനെ ഞാൻ കുറച്ച് നേരം പുല്ലൊക്കെ വെട്ടി ചെത്തിയൊക്കെ അവിടെ എൻ്റെ ടൈം സ്പെൻഡ് ചെയ്തു. ആലനില്ല, ആലൻ വൈകിട്ട് CCGയിൽ പോയിട്ടുണ്ട്. ആലന് ബുക്കിംഗ് ഉണ്ട്. CCG നമ്മുടെ കയാക്കിംഗ് സെൻ്ററാണ്. അവിടെ ഗസ്റ്റ് ഉള്ളപ്പോൾ മാത്രം ആലനും പോയാൽ മതി. അതാണ് ബാക്കി ടൈമിൽ ആലൻ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നത്. ഗസ്റ്റ് വരുന്നത് മിക്കവാറും വെളുപ്പിനും അല്ലെങ്കിൽ വൈകുന്നേരമായിരിക്കും. ഈ കായലിലൊന്നും തണലില്ലല്ലോ. അപ്പം ഉച്ചയ്ക്കും 10 മണിക്ക് ശേഷവും അല്ലെങ്കിൽ 11 മണി തൊട്ട് 3 മണി വരെയുള്ള ടൈമൊന്നും നമുക്കധികം അവിടെ ബുക്കിങ്സ് ഉണ്ടാവാറില്ല.
നിലു ഇവിടെ എത്തിയ പാടെ പോറ്റമ്മയെ സേറമോളത്തിലേക്ക് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ലില്ലിയമ്മച്ചിയും നമ്മുടെ നെയ്ബറാണ് മണിച്ചേൻ്റി, ഇവർ ഭയങ്കര ദോസ്തുമാണ് കേട്ടോ. രണ്ടുപേരും അവിടെ നിന്ന് കത്തി വെക്കുന്നുണ്ട്. പിന്നെ ആ വണ്ടിയിൽ കണ്ണമ്മോൻ അവനെയും വെച്ച് തള്ളി നടക്കാൻ തുടങ്ങി. ഇവന്മാരെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടത്തില്ല. സാറിന് ഇതിൻ്റെ അകത്തിരുന്ന് കുറച്ച് നേരം പോകണം. കുറേ നേരം അവൻ കൊണ്ടു നടന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇതേ വിച്ചു കൊണ്ടുപോയി കടപ്പുറത്തേക്ക് നിൽക്കുന്നു. പിന്നെ ഞങ്ങൾ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്താമെന്നും പറഞ്ഞ് ഞങ്ങൾ കടപ്പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഈ സാധനം ഇനി കൊണ്ടുപോയി നല്ലപോലെ കഴുകി എടുക്കേണ്ടി വരും. അതിൽ ഉപ്പൊക്കെ അടിച്ചിട്ടേ. സൺസെറ്റ് ഏതാണ്ട് ഇവിടെ വരെയായി. ഇതൊക്കെ ഈ ക്യാമറയും ക്യാമറാമാൻമാരും ഡയറക്ടേഴ്സും ഒക്കെയാണ് ഈ നിൽക്കുന്നത്. എൻ്റെ ലൂയിസിൻ്റെ ഒരു നല്ല ഷോട്ട്, അതായത് ഈ ബ്രദർ സിസ്റ്റർ ബോണ്ട് കാണിക്കുന്ന ഒരു അടിപൊളി ഷോട്ട് എടുക്കാമെന്നും പറഞ്ഞിട്ട് നിബിനെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ആ ഒരു വേവ്. വളരെ ക്രിയേറ്റീവായിട്ട് നിലുവിൻ്റെ സ്ട്രോളറിൻ്റെ ഇടയിൽ നെറ്റിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എടുത്തിട്ടുണ്ട് വീഡിയോ. ഇതാണ് ഞങ്ങളുടെ കുരിശുമൂടിൻ്റെ ആത്മാവായ ഞങ്ങളുടെ കടപ്പുറം. അപ്പോൾ വൈകുന്നേരത്ത് നിലുവിനെയും കൊണ്ട് കുക്കുവിനെയും കൊണ്ട് പുലിച്ചെറിയുന്ന വന്ന ആലൻ പൊറോട്ട ഇറച്ചിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും കുക്കു സാറും കൂടി ഇരുന്ന് പൊറോട്ട ഇറച്ചിയൊക്കെ കഴിച്ചു. ഞങ്ങൾ അടികൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വ്ലോഗ് ചെയ്തായിരുന്നല്ലോ. അത് അടികൂടിയത് തന്നെ എന്നെ കിഷ്കിന്ദ കാണ്ഡം സിനിമ കാണാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ കൊണ്ടുപോയിരുന്നത് കൊണ്ടാണ്. ആലൻ ടയേർഡായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ പുള്ളിക്ക് സമയമില്ല. പിറ്റേന്ന് വെളുപ്പിനും ബുക്കിംഗ് ഉണ്ടായിരുന്നു, അന്നും ബുക്കിംഗ് ഉണ്ട്, പിന്നെ നാളെയും പോകണം. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ അടികൂടിയിട്ടെ ഞാൻ ചെന്ന് അവന്മാരോട് പറഞ്ഞു കേട്ടോ, എനിക്ക് സിനിമയ്ക്ക് പോകണം, എന്നെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ചെന്ന് എൻ്റെ 2 നേരാങ്ങളമാരോടാണ് പറഞ്ഞത്. കണ്ണനും ലൂയിസും എന്ന് പറഞ്ഞാൽ കൊച്ചുപ്പയുടെ മക്കളാണ് കേട്ടോ, എൻ്റെ പപ്പയുടെ അനിയൻ്റെ മക്കൾ. പക്ഷേ അവരുടെ കൂട്ടുകാരെല്ലാം തന്നെ എനിക്ക് അവന്മാരെ പോലെ തന്നെ പ്രിയപ്പെട്ടവരാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര, നമ്മളൊക്കെ തമ്മിൽ ഞങ്ങളെല്ലാവരും നല്ല ക്ലോസാണ്. അപ്പോൾ ഞാൻ ഇരുന്നിട്ട് പറഞ്ഞു എന്നെ കൊണ്ടുപോകണം, കണ്ട ഒരു പെണ്ണിൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഇവിടെ ആരും ഇല്ലെന്ന്. പിന്നെ എല്ലാവരും കൂടെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാവരെയും കൂടെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും സമ്മതിച്ചു. ഇന്ന് രാത്രി 12 മണിക്ക് കിഷ്കിന്ദ കാണ്ഡം മൂവി കാണാൻ പോവാന്ന്. പക്ഷേ കുക്കു എന്ന് പറയുന്ന സാധനം ഒരു പാക്കേജാണ് കേട്ടോ, ഞാൻ ഉൾപ്പെടെ. ഞാൻ എപ്പോൾ കിടക്കുന്നു അപ്പോഴേ അവൻ കിടക്കത്തുള്ളൂ. അങ്ങനെ ഞാനും കുക്കു സാറും കൂടെ രാത്രി 12 മണിക്കത്തെ ഷോയ്ക്ക് കിഷ്കിന്ദ കാണ്ഡം കാണാനായിട്ട് ഞങ്ങൾ അവന്മാരുടെ കൂടെ പോവുകയാണ്. ഇത് ഞങ്ങൾ മൊത്തത്തിൽ 10 പേരുണ്ട്. കുക്കുവും കൂടെ ചേർന്ന് ഞങ്ങൾ 10 പേരുണ്ട്. ഇത് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത് ഷാബിനാണ് കേട്ടോ, എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോൻ. ഷാബിനും കണ്ണനും ഒക്കെ ഒരുമിച്ച് പഠിച്ചതാണ്. ധന്യ തിയേറ്ററിലായിരുന്നു കേട്ടോ ഷോ. അങ്ങനെ 12 മണിക്കത്തെ ഷോ ആണെങ്കിൽ കൂടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ 2 വീലർ ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും അതിൽ തന്നെയാണ് വന്നത് കേട്ടോ. വിച്ചു വയനാട് നിന്നാണ് വന്നത്. വിച്ചു എന്ന് ഞാൻ പറയുന്നത് ഞങ്ങളുടെ ഇവിടെ കേബിളിൻ്റെ വർക്കിന് നിൽക്കുന്ന പയ്യനാണ് കേട്ടോ. ഹീ ഈസ് ഓൾസോ ലൈക്ക് ഫാമിലി. അങ്ങനെ പടം തുടങ്ങി. ഇത് പടം കഴിഞ്ഞിട്ട് അതിൻ്റെ ഹാങ് ഓവർ കാരണം എണീക്കാൻ പറ്റാതെ അതിൻ്റെ എന്തുവാ പറയുന്നത്, വളരെ സീരിയസ് ആയ ചർച്ചകളായിരുന്നു കുറച്ച് നേരം അതിനകത്ത്. പിന്നെ അതേണ്ട ഇതൊക്കെയാണ് നമ്മുടെ ടീംസ്. എല്ലാവരുടെ കയ്യിലും ഹെൽമെറ്റ് ഉണ്ട്. പക്ഷേ ഹെൽമെറ്റ് ഇട്ടിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് ഇവർ കാണിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് മുഖം കാണത്തില്ലല്ലോ, അതുകൊണ്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഹെൽമെറ്റൊക്കെ. എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ ഞങ്ങൾ നേരെ ഓരോ കട്ടൻ ചായ കുടിക്കാനായിട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ചായക്കടയിൽ വന്നു. ഇവിടെ ചിന്നക്കട റൗണ്ട് എന്നും പറഞ്ഞൊരു സ്ഥലത്ത് നല്ല അടിപൊളി ഫുഡൊക്കെ കിട്ടും കേട്ടോ രാത്രി. പക്ഷേ അത് അടച്ചു പോയി. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അത് അടയ്ക്കണേന്ന്. അല്ലെങ്കിലുണ്ടല്ലോ ഇവന്മാരൊക്കെ ഇനി ഞാനും അലനും കൂടെ ഉടക്കാനായിട്ട് ചിലപ്പോൾ തേങ്ങ ഉടച്ചെന്നൊക്കെ ഇരിക്കും. ഇന്ന് രാത്രി തന്നെ കുരിശുമൂടിന് ഏകദേശം ഒരു 10 മണിക്ക് ശേഷം പോയിട്ടുള്ള സകല ഫോൺ കോളും എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ചേച്ചി അലഞ്ചേട്ടനായിട്ട് ഉടക്കി ചേച്ചീനെ അലഞ്ചേട്ടൻ പടത്തിന് കൊണ്ടുപോയില്ല, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പടത്തിന് പോകാമെന്നായിരിക്കും എല്ലാവരും പറഞ്ഞിട്ട് വന്നേക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.